ആദ്യമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് കൊറോണ സമയത്തായിരുന്നു. അന്ന് ഒത്തിരി കേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പലതരത്തിലുള്ള വെറൈറ്റി കേക്കുകൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴും. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അച്ഛൻ്റെ ബർത്ത്ഡേക്കായിരുന്നു. അത് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല സക്സസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഉണ്ടാക്കിയത് ക്രീം കേക്ക് ആയിരുന്നില്ല, നോർമൽ കേക്കായിരുന്നു. പിന്നെയാണ് ക്രീമിലോട്ട് അങ്ങ് പോയത്. അതും ഈ ഹൈദരാബാദിൽ വന്നതിന് ശേഷമാണ് ക്രീം കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഈ ക്രീം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിസ്ക് കൊണ്ട് കറക്കുമ്പോഴേ ഇതങ്ങ് പൊങ്ങത്തില്ല എന്ന്. പക്ഷേ വിസ്ക് കൊണ്ട് ഇങ്ങനെ നമ്മൾ കറക്കി എടുത്ത് ആ ഒരു പൊങ്ങുന്ന കാണുമ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ പുറത്ത് പോയിട്ടാണ് കൂടുതലും ക്രീം വാങ്ങിക്കൊണ്ടിരുന്നത്. നമ്മുടെ അടുത്ത കടയിലൊന്നും കിട്ടാനില്ലായിരുന്നു. പിന്നെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞു, ഇപ്പോഴിതൊരു 3 വർഷമൊക്കെ കഴിഞ്ഞു ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് തന്നെ. 2 വർഷത്തോളം കേക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങളേ തൊട്ടിട്ടില്ല. കാരണം എന്താ, ഭയങ്കര മടിയായിരുന്നു. ഇപ്പോഴും കുറച്ച് 2-3 ദിവസമായിട്ട് പിള്ളേരിങ്ങനെ പറയുന്നു, അമ്മ ഇവിടെ കടയിൽ വിപ്പിംഗ് ക്രീമൊക്കെ ഇരിപ്പുണ്ടല്ലോ, അമ്മയ്ക്ക് എന്നാ വാങ്ങിയിട്ട് കേക്ക് ഉണ്ടാക്കി തന്നൂടേന്ന്. അപ്പം പിന്നെ ചെറിയൊരു എന്താ പറയുക ആഗ്രഹം എനിക്കും തോന്നി. കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴും 2-3 കേക്ക് നമ്മുടെ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അവനവൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വാങ്ങിയിട്ട് അങ്ങനെ വാങ്ങി വിപ്പിംഗ് ക്രീം കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായെങ്കിലും ഭയങ്കര മടിയായിരുന്നു. എന്തോ നാളെ ആക്കാമെന്ന്. അങ്ങനെ പിന്നെ പിള്ളേർ പറഞ്ഞു ഇനി ശരിയാവില്ല, ഇനി വെച്ച് കഴിഞ്ഞാൽ അത് കേടാവുമെന്ന്. അപ്പോഴാണ് നമ്മളെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടത്. അതും 2 വർഷം കണ്ട് കഴിഞ്ഞു കേട്ടോ. ക്രീം വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. എന്നാൽ പിന്നെ നമുക്കത് തന്നെയല്ലേ എളുപ്പം, നമ്മളെല്ലാം എളുപ്പപ്പണിയിലോട്ട് പോകുന്ന ആളല്ലേ. ഞാൻ പിള്ളേരോട് പറഞ്ഞു എന്തിനാ നമ്മൾ വെറുതെ ഐസ്ക്രീം വാങ്ങി കാശ് കളയുന്നത്, ഏതായാലും വിപ്പിംഗ് ക്രീം വന്നു, എന്നാൽ നെയ്യപ്പം തിന്നാൽ 2 കാര്യം എന്ന് പറയുന്ന പോലെ വിപ്പിംഗ് ക്രീം കേക്കിനും ഇനിയിപ്പോൾ വേണമെങ്കിൽ എടുക്കാം, ഇത് വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി. ഈ വിപ്പിംഗ് ക്രീം പതഞ്ഞ് ലാസ്റ്റ് മുകളിലോട്ട് വന്നു കേട്ടോ. ഭയങ്കര പണി കിട്ടിപ്പോയി. പതുക്കെ അവിടെ ഇവിടെയൊക്കെ ആയി. പിന്നെ കുറേ സ്പൂണ് പിള്ളേർക്ക് അങ്ങ് കോരിക്കൊടുത്തു കഴിച്ചോന്നും പറഞ്ഞിട്ട്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് ഇത് പൊങ്ങി വരാൻ ഒത്തിരി പണിപ്പെട്ടു. എന്താ കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഈ പാത്രത്തിൻ്റെ തന്നെയാണ്. നമ്മൾ പതുക്കെയല്ലേ ചെയ്യുന്നുള്ളൂ. മറ്റ് വലിയൊരു പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പീഡിൽ അങ്ങ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പതഞ്ഞ് പൊങ്ങി വരും. പിന്നെ ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ചേർത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നേ. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങ് ഫ്രീസറിലോട്ട് കയറ്റി വെച്ചു. ഫ്രീസറിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക പ്ലാസ്റ്റിക് കവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് പണിയെടുത്തെന്ന് വെച്ചാൽ ഫോയിൽ പേപ്പറാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇതിൽ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് സിറപ്പ്, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ബിസ്ക്കറ്റ് പൊടിച്ചിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അതായിരുന്നു ആഡ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഫോയിൽ പേപ്പർ കൊണ്ട് ചുറ്റിയിട്ട് അങ്ങ് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ കൂടുതൽ 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം എന്നായിരുന്നു. പക്ഷേ എൻ്റെ പിള്ളേർക്കും എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 6 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്തിരുന്നില്ല. പെട്ടെന്ന് അങ്ങ് എടുത്തപ്പോഴെന്താ കാര്യം എന്ന് വെച്ചാൽ ആദ്യം എടുത്തപ്പോഴത് സെറ്റായിരുന്നില്ല. സത്യം പറയാലോ, ഉള്ളത് പറയാലോ, അത് നമ്മുടെ മിസ്റ്റേക്കാണ്. ഈ ഒരു പെർഫെക്ഷനിൽ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഐസ്ക്രീമിൻ്റെ 100% ഐസ്ക്രീമിൻ്റെ ലെവലിൽ അങ്ങ് കിട്ടേണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആർത്തിയും ആകാംക്ഷയും കാരണം ഐസ്ക്രീം ആവോ ഇല്ലയോ എന്നറിയണ്ടേ. ആയപ്പോഴേക്കും ഞങ്ങൾ രാത്രിയിലൊന്ന് നോക്കി, ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിയിൽ നോക്കിയപ്പോഴേക്കും ഇതായിരുന്നു അവസ്ഥ. കോരിയിട്ട് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഏകദേശം അടിയൊക്കെ സെറ്റായി, മുകളിൽ സെറ്റാവുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ ഞാനത് പിള്ളേരുടെ ഒരു സന്തോഷത്തിന് ഒരു പാത്രത്തിലോട്ട് അങ്ങ് കോരിക്കൊടുത്തു. പക്ഷേ പിറ്റേന്ന് ഞാൻ പണിയെടുത്തെന്ന് വെച്ചാൽ, അങ്ങനെ നമുക്ക് പരാജയപ്പെട്ട് തോറ്റ് പിന്മാറാൻ പറ്റുമോ? പിറ്റേന്ന് ഞാൻ വീണ്ടും അടച്ചിട്ട്
അന്ന് വൈകുന്നേരം രാത്രിയിൽ വീണ്ടും അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 10-12 മണിയൊക്കെ ആയപ്പോഴേ എടുത്തപ്പോഴിതാ നല്ല അടിപൊളി പെർഫെക്റ്റിൽ കിട്ടി കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഇനി പെർഫെക്റ്റ് എന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റും ആയിരുന്നു ചോക്ലേറ്റ് സിറപ്പ്. എനിക്ക് ചോക്ലേറ്റ് പൊതുവേ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷേ ഇതിൽ ചോക്ലേറ്റൊക്കെ ചേർത്തപ്പോൾ വല്ലാത്തൊരു കണ്ടോ നിങ്ങൾ, എൻ്റെ കയ്യിൽ മറ്റേ ആ ഒരു സ്കൂപ്പിൻ്റെ ആ ഒരു സ്കൂപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊരു കയ്യിൽ വെച്ചിട്ടാണ് അതിൽ നിന്ന് കോരിയത്. പക്ഷെ നല്ല കണ്ടോ നിങ്ങൾ, കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇതുപോലെ ഐസ്ക്രീമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ആ ഒരു വീഡിയോയിലിട്ട്. ആ ഒരു ചേട്ടന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നമുക്ക് സിമ്പിളായി ഇനിയിപ്പോൾ ഐസ്ക്രീം വാങ്ങേണ്ട ആവശ്യമില്ല, വിപ്പിംഗ് ക്രീം. അപ്പം നിങ്ങൾ വിചാരിക്കും വിപ്പിംഗ് ക്രീം വാങ്ങിയാൽ അത് നഷ്ടമല്ലേ? നഷ്ടമല്ല കേട്ടോ, നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് എടുക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. ഒരു ചെറിയൊരു കുഞ്ഞു ബൗളൊക്കെ എടുത്താൽ നമുക്ക് ഒരു 4 പേർക്ക് കഴിക്കേണ്ട ഐസ്ക്രീം കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക പെർഫെക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.